അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം ഞാനിപ്പോൾ ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഖുർആൻ തജ്വീദിന് മുകളിലുള്ള കോഴ്സാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആൻ നൽകി. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചുരുങ്ങിയത് 4 സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് അള്ളാഹു നബീൻ്റെ അയക്കാനുള്ള ലക്ഷ്യം എന്താണ്, നബീൻ്റെ അയച്ചിട്ട് എന്താണ് നബീൻ്റെ ഡ്യൂട്ടി. അള്ളാഹു 4 സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഒന്ന്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ദുആ. അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട് ഒരു നബീനെ അയക്കാനും ആ നബീൻ എന്തിനു വേണ്ടിയാണ് അയക്കേണ്ടതെന്ന് ആ ദുആയിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നതാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. വേറെ സ്ഥലത്ത് അള്ളാഹു പറയുന്നതാണ് സൂറത്തുൽ ബഖറയിൽ തന്നെ, كما أرسلنا فيكم رسولا منكم يتلو عليكم آياتنا ويزكيكم ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون. സൂറത്തുൽ ആൽ ഇംറാനിൽ അള്ളാഹു പറയുന്നതാണ്, لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. سورة الجمعة الله പറയുന്നതാണ്, والذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. ഈ 4 ആയത്തുകളും ചുരുങ്ങിയ ഈ 4 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ ലക്ഷ്യം, നബീനെ അയക്കാനുള്ള ലക്ഷ്യം എല്ലാ സ്ഥലത്തും ഒന്ന് തന്നെയാണ്. 2, 3, 4 സെയിം കാര്യങ്ങൾ തന്നെ, പക്ഷെ ഓർഡറിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് ആദ്യത്തെ ആയത്തിൽ ഇപ്പം ആദ്യത്തെ ലക്ഷ്യം അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തത് ആദ്യത്തെ ഓതിയ ആയത്തിൽ സൂറത്തുൽ ബഖറയുടെ അള്ളാഹുവിന് ഗ്രന്ഥം പഠിപ്പിക്കുക, ഹിക്മ. ചില ഉലമാക്കൾ പറയുന്നുണ്ട് ഇവിടെ ഹിക്മ വിജ്ഞാനം എന്ന് പറയുന്ന നബീൻ്റെ സുന്നത്തുകളാണ്. പിന്നെ 4-ാമത്തേതായിട്ട് യുസക്കീഹിം തസ്കിയ, സംസ്കരിക്കുക. അതാണ് ആദ്യത്തെ ആയത്തിൽ പറയുന്നത്. രണ്ടാമത്തെ ഞാൻ ഓതിയ ആയത്തിൽ ഈ 3 കാര്യങ്ങൾ തന്നെ, പക്ഷെ രണ്ടാമതായിട്ട് അള്ളാഹു പറഞ്ഞത് തസ്കിയ, സംസ്കരിക്കുക, ഗ്രന്ഥം പഠിപ്പിക്കുക, വിജ്ഞാനം. അപ്പം പക്ഷേ ഈ 4 സ്ഥലങ്ങളിലും ആദ്യത്തെ ലക്ഷ്യം, ആദ്യത്തെ കാര്യം അള്ളാഹു ഒന്ന് തന്നെ പറഞ്ഞേക്കണത് അള്ളാഹുവിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്യുക. അപ്പം ഖുർആനായിട്ടുള്ള കടമയിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിക്കണം. നമുക്ക് തോന്നിയ പോലെ ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റില്ല. നമ്മൾ എല്ലാവരും നമസ്കരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ചുരുങ്ങിയ 17 പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമിൽ നിന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതാറുണ്ട്. ആ സൂറത്തുൽ ഫാത്തിഹ നമുക്ക് ശരിക്കും ഓതണമെങ്കിൽ നമ്മൾ തജ്വീദ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മളെ നമസ്കാരത്തെയും കൂടെ അത് ബാധിക്കും. അപ്പം നമ്മളുടെ മുകളിലുള്ള ഡ്യൂട്ടിയാണ് ഒരു ഫസ്റ്റ് ഫണ്ടമെൻ്റൽ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിം സംബന്ധിച്ചോളം അവൻ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിക്കണം. അതെങ്ങനെ പാരായണം ചെയ്യേണ്ടത് അതുപോലെ പാരായണം ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ കോഴ്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ കോഴ്സ് വളരെ സിമ്പിളായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, വളരെ ഒരു സിമ്പിൾ ലാംഗ്വേജ്, ഒരു സിമ്പിളായിട്ട് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലുള്ള ഓഡിയൻസ് ആരൊക്കെയാണ്? ഇതിലുള്ള ഓഡിയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാം. പക്ഷെ കൂടുതൽ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു അത്യാവശ്യം എന്ന് പറഞ്ഞാൽ കുറേ നാളെ 20, 30, 40 വർഷമൊക്കെയായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ആൾക്കാർ, അവർ പാരായണം ചെയ്യുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, സൂറത്തുകൾ ഓതുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് വലിയ സൂറത്തുകൾ അറിയാം, സൂറത്തുൽ യാസീൻ, വാക്യ, സജദ, മുൽക്കൊക്കെ, അങ്ങനത്തെ കുറച്ച് സൂറത്തുകൾ ഒക്കെ ഓതുന്നുണ്ടാവും ഡെയിലി ബേസിസിൽ. പക്ഷെ ഖുർആൻ ഇതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ്, ഇതിൻ്റെ നിയമങ്ങൾ എങ്ങനെയാണ്, അതൊന്നും അറിയുന്നുണ്ടാവില്ല. അവരെത്രയോ നാൾ മുമ്പ് എങ്ങനെയൊക്കെ പഠിച്ച് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്.
ഈ ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ മെയിൻ ടാർഗറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ളവർക്കും വളരെ ന്യൂ ബിഗിനേഴ്സിനും ഇൻഷാല്ല ഞാൻ മനസ്സിലാക്കാനുള്ള ഇത് പറ്റുന്നതാണ് തോന്നുന്നത്. പക്ഷെ എൻ്റെ മെയിൻ ഉദ്ദേശിക്കുന്ന ഓഡിയൻസ് അതാണ്. കൂടുതൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും അവരുടെ ഉച്ചാരണമൊന്നും ശരിയല്ല, നിയമങ്ങളൊന്നും അറിയില്ല, പക്ഷെ എങ്ങനെയൊക്കെ കേട്ടും പണ്ടൊക്കെ പഠിച്ച പോലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങ് ഓതനെയാണ്. അപ്പോൾ ഏതായാലും അവരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹാഫിദങ്ങളും അല്ലെങ്കിൽ കുറച്ച് അത്യാവശ്യം തജ്വീദ് അറിയാം, പക്ഷെ മറ്റുള്ളവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോ ഭയങ്കര സംഭവമാണെന്നല്ല പറയണത്, പക്ഷെ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആണെങ്കിൽ അവർക്കും ഈ വീഡിയോ ഉപയോഗപ്പെടും. പിന്നെ ഞാൻ ഇതിലൊരു നിങ്ങളുടെ അടുത്തുനിന്ന് ആവശ്യപ്പെടുന്ന രണ്ട് കാര്യമാണ്. ഒന്ന്, നിങ്ങൾ ഏതെങ്കിലും ഒരു സമയം കണ്ടെത്താം, ഫിക്സ് ചെയ്യാം. ഉദാഹരണത്തിന് ഒരു മിനിമം 15 മിനിറ്റ് ഫിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ സമയം ഉണ്ടെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. മിനിമം 15 മിനിറ്റ്സ് ഏതെങ്കിലും ഒരു സമയം ഫിക്സ് ചെയ്യാം. ഉദാഹരണത്തിന് തഹജ്ജുദിന് സമയത്തോ സുബ്ഹിക്ക് മുമ്പോ ശേഷമോ അല്ലെങ്കിൽ ഇഷാക്ക് ശേഷമോ അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷമോ നിങ്ങൾ ഏതെങ്കിലും ടൈം ഫിക്സ് ചെയ്യാം. ആ സമയത്ത് ഇത് മാത്രം ഇതിനു വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്താം. നിങ്ങൾ ഡെയിലി ഓതുന്ന സുഹൃത്തുക്കളോ അതൊന്നും കയറി ഈ സമയത്ത് ഓതി കളയരുത്. ഇത് നമ്മളുടെ തജ്വീദിന് ക്ലാസ്സിന് വേണ്ടി മാത്രമായിരിക്കണം, മിനിമം 15 മിനിറ്റ്സ്. പിന്നെ രണ്ടാമത്തെ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഉറക്കി ഓതാ, വളരെ ഇമ്പോർട്ടൻ്റ്. ഈ 2 കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. അതുകൊണ്ട് ഞാൻ എടുത്ത് സ്ട്രെസ് ചെയ്ത് നിങ്ങളോട് പറയണത് ഉറക്കി ഓതാ. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ചില ആൾക്കാരുണ്ടായി, അവർക്ക് ഇനീഷ്യലി ആദ്യം ഒക്കെ കുറച്ച് നാണമായിരുന്നു ഉറക്കി ഓതാനും ഇങ്ങനത്തെ കാര്യങ്ങൾ, പക്ഷെ വളരെ താല്പര്യമുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ ഈ ഉറക്കി ഓതാത്തതുകൊണ്ട് അവർക്ക് കിട്ടേണ്ട റിസൾട്ട് കിട്ടുന്നുണ്ടായില്ല. അപ്പം കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി ഉറക്കി ഓതണം. അവർ ഉറക്കി ഓതാൻ തുടങ്ങി, അവർക്ക് റിസൾട്ടും കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഇതാണ് ഇതിൻ്റെ ഹോൾ മന്ത്ര. എന്താ പറയുക, നമ്മളെ ഭാഗത്തു നിന്നുള്ള ഒരു പരിശ്രമം അത് ഡെയിലി ആയിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, ഇസ്തിഖാമത്ത് വേണം. രണ്ടാമത്തത് ഉറക്കി ഓതി പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഈ കോഴ്സിലുള്ള ടെക്നോളജി ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ചൊരു ബേസിക്കാണ്. എനിക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയാം. ഒരു എന്താ പറയുക, ഒരു ഗ്ലോബലി ഒരു കൊറോണ വൈറസ് ആയിട്ട് ഒരു ലോക്ക്ഡൗൺ സിറ്റുവേഷനിലാണ് വേൾഡ് മൊത്തം. അപ്പം ഉള്ള റിസോഴ്സസ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത്. നിങ്ങളത് സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇൻഷാല്ലാ ക്ലാസ്സുകൾ വളരെ സിമ്പിളാക്കാനും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി ഞാൻ നോക്കുന്നുണ്ട്. ചെറിയ ഷോർട്ട് ഓഡിയോസ് ആണ്. ഞാൻ പറഞ്ഞാൽ ഒരു മാക്സിമം പോയ 15 മിനിറ്റ്സ്. അതും തന്നെ അങ്ങനെ വരാൻ കാരണം ഞാൻ വീഡിയോ തന്നെ കുറച്ച് പ്രാക്ടീസ് സെഷൻസ് വെക്കുന്നുണ്ട്. ഞാൻ ഓതും, നിങ്ങൾക്ക് സമയം തരും, നിങ്ങൾ ഓതും. പിന്നെ ചില ആയത്തുകളുടെ മുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും, നമ്മൾ പഠിച്ച ഹർഫുകൾ എങ്ങനെയാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് സൂറത്തുൽ ഫാത്തിഹയിലാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് സൂറത്തുൽ ഫാത്തിഹ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓൾറെഡി അല്ലാതെ തന്നെ ഓതുന്നുണ്ട്. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ഫ്രീ നമസ്കാരത്തിൽ തന്നെ ഒരു പ്രാക്ടീസ് സെഷൻ കിട്ടും, അല്ലാതെ തന്നെ കിട്ടും. പിന്നെ നമസ്കാരം മെച്ചപ്പെടുത്താൻ പറ്റും. സൂറത്തുൽ ഫാത്തിഹ എത്രത്തോളം അതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നമ്മൾ നമസ്കാരം സംബന്ധിച്ചോളം. അപ്പം ഇൻഷാല്ലാ കൂടുതൽ ഡീറ്റെയിൽസ് ഓരോ വീഡിയോസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന വേറെ കാര്യം, ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു ലൈവ് സെഷൻസ് വെക്കാം. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് സെഷൻസ് അത് ഞാൻ ഓൺ ദ വേ ഇൻഷാല്ലാ ഞാൻ അറിയിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപയോഗമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യാം. ജസാക്കല്ലാഹു ഖൈറൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.